ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഗുസ്തി തുടങ്ങിയിട്ടുണ്ട്. ജിൻഡോയ്ക്കെതിരെ, അതായത് വിന്നർ ജിൻഡോയ്ക്കെതിരെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറെ വാനരന്മാർ ഇരുന്നു കൊണ്ട് ഒരു വർത്തമാനം പറയുന്നു. നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ മിക്കവാറും ആൾക്കാരൊക്കെ എൻ്റെ ശത്രുക്കൾ തന്നെയായിരുന്നു. ഇത്രയധികം ശത്രുക്കളെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെ. എന്നെ ഒതുക്കാൻ ഒരു യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ തങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരുമോ, ഭാവിയിൽ അവർക്ക് ഞാനൊരു വലിയ ത്രെട്ട് ആകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെ എന്നെ ആക്രമിച്ച് അടിച്ച് ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. അത് മാത്രവുമല്ല, പല വീഡിയോസിലും വൈരുദ്ധ്യം പറയുന്നത് എടുത്ത് ക്രിറ്റിസൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. മെയിനായിട്ട് ഞാൻ സായി ആയിരുന്നു അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സായി പലയിടത്തും പല രീതിയിൽ പറയുന്നത് ഞാൻ നോട്ടിഫൈ ചെയ്തിരുന്നു. മാത്രമല്ല സായിയെ പിന്തുടർന്ന് സായിയുടെ പല കളങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷയത്തിലേക്ക് വരാം. ഇതിൽ ഏറ്റവും കൂടുതൽ അവർ കിക്ക് എന്നൊരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയിൽ ത്രൂ ആണ് എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മിക്കവാറും ആൾക്കാർ എന്നെ ആക്രമിച്ചിരുന്നു. ആ സംഘടന തന്നെ ഒരു പാഴാണെന്നും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് എന്നോട് അവർക്കുള്ള ശത്രുതയ്ക്ക് കാരണം. ഈ എക്സ്പ്ലനേഷൻ തന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അത് പറയുന്നത്. ഇനി വിഷയം, അന്ന് സിജോയ്ക്ക് ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടിയത് തന്നെ ഷെഫീനെ ആക്രമിച്ചതുകൊണ്ടാണ്. ദിയാസനയുമായിട്ട് ഞാൻ നല്ല ടൈംസിലല്ലായിരുന്നു. ദിയാസന ആണ് രണ്ടുപേരെ അവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് മുൻ പാർട്ടിസിപ്പൻസിന് രണ്ടുപേരെ സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു അലിഖിത സംഗതി അവിടെ ഉണ്ട്. അതനുസരിച്ച് ദിയാസന പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് വ്യക്തികളിൽ ഒന്ന് സിജോയാണ്, രണ്ട് ജാസ്മിനാണ്. ഇനി ജാസ്മിനും ഞാനുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്കറിയാം. ആ പെൺകുട്ടി ഇതുപോലെ തേപ്പുകാരിയാണ് എന്നുള്ളത് ഫസ്റ്റ് ലോകത്തിന് കാണിച്ചു തന്നത് ഞാനാണ്. അതിന്റെ പേരിലാണ് അന്ന് കിട്ടിയ ഒരു സൈബർ അറ്റാക്കിലാണ് പുള്ളിക്കാരത്തേക്കും അതിനകത്ത് കിട്ടിയത്. അതായത് ആകെ മൊത്തത്തിൽ 3 പേരെ അതിനകത്തേക്ക് ഞാനാണ് കൊണ്ടെത്തിച്ചു കൊടുത്തത് എന്നുള്ളതാണ് ചുരുക്കം. ഇതല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കേണ്ടി വരും, അല്ല എന്നുള്ളത്. ആണെന്ന് തെളിയിക്കാൻ എൻ്റെ ഒരുപാട് എവിഡൻസ് ഉണ്ട്. സിജോ അതിനകത്ത് പോകുമ്പോൾ സിജോ എനിക്കെതിരെ ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ റിപ്പോർട്ട് കൊടുക്കുകയോ സ്ട്രൈക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാമല്ലോ, ചില വിഷയങ്ങൾ നമ്മൾ പാസ്റ്റ് കോഡാണ്, ദൈവത്തിന്റെ അടുത്തേക്ക് കൊടുക്കും, അവിടുന്ന് മറുപടി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അത് അച്ചസഡ് ആയിരുന്നു. റോക്കിയുടെ കൈകൊണ്ടുള്ള ഒരു ആയുധം, ഒരു അറ്റാക്ക്, അത് എനിക്ക് വേണ്ടി ദൈവം ചെയ്താണെന്ന് ഞാൻ പറയും. സീസൺ 6 മുഴുക്ക ദൈവത്തിന്റെ നീതിയാണ് ഞാൻ കണ്ടത്. എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്. അത്രത്തോളം എന്നെ അവഹേളിച്ചവരൊക്കെ തന്നെ യുണൈറ്റഡ് ആയി അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. സിജോയ്ക്ക് എൻട്രി കിട്ടിയത് എന്നെ അവഹേളിച്ചത് കൊണ്ടാണ്, ജാസ്മിന് കിട്ടിയതും എന്നെ അവഹേളിച്ചത് കൊണ്ടാണ്, അതേപോലെ തന്നെ സായിയും എനിക്കെതിരെ നിന്നതുകൊണ്ടാണ്. എനിക്കെതിരെ നിന്നവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം സീസൺ 6 എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, സിജോ ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഇവർക്കെതിരെ ഒരു പടലപ്പിണക്കമുണ്ടെന്ന് എനിക്ക് മുമ്പേ തോന്നിയിരുന്നു. മിക്കവാറും ഫംഗ്ഷൻസിൽ നിന്നൊക്കെ തന്നെ ഇവനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ജിൻഡോയെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിൻഡോയുടെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ ഒരു സ്ത്രീ വിരുദ്ധനാണ്. അത് യൂഷ്വലി സ്ത്രീ വിരുദ്ധന്മാർ ജയിക്കുന്ന ഒരു രീതിയാണ് എല്ലാ സീസണിലും നടന്നിട്ടുള്ളത്. നമ്മുടെ സാബു ഫസ്റ്റ് ക്ലാസ് സ്ത്രീ വിരുദ്ധനാണ്. അവൻ പോകുമ്പോൾ ലസീത പാലക്കലിനെ വളരെ മോശമായി അപമാനിച്ചതിന് ശേഷമാണ് അതിനകത്ത് എൻട്രി കിട്ടിയത് തന്നെ. അപ്പോൾ ഒരു പെണ്ണിനെ അവഹേളിക്കുക എന്നുള്ളതാണ് സീസൺ 6 എൻട്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട് വന്നത് അഖിൽ മാരാർ. ഈ അഖിൽ മാരാർ, എനിക്കറിയപ്പെടുന്ന 3 പേരാണ് ഞാൻ പറഞ്ഞത്. അഖിൽ മാരാർ പക്ക സ്ത്രീവിരുദ്ധനാണ്, ഒരു രക്ഷയുമില്ലാത്ത സ്ത്രീവിരുദ്ധൻ തന്നെയാണ് അഖിൽ മാരാർ. ഇനി മൂന്നാമതാരാണ്? ഈ പറയുന്ന ജിൻഡോ തന്നെയാണ്, സ്ത്രീവിരുദ്ധൻ തന്നെയാണ്. പക്ഷേ ഈ സീസൺ 6, അതായത് ഈ ബിഗ് ബോസ് എന്ന ഒരു ഇതിനെപ്പറ്റി കൃത്യമായി ബോധ്യമില്ലാത്തവരാണ്. അതിനകത്ത് എന്താ നടക്കണേ, അത് എങ്ങനെയാണ് അതിനകത്ത് വിന്നർ ആവുക എന്നുള്ളതിനെ പറ്റി ഒരു ഗ്രാഹ്യമില്ലാത്തവർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഒരു വീടിനകത്ത് ഒറ്റപ്പെട്ട് കുറച്ച് പേര് സ്ട്രേഞ്ചേഴ്സ് എത്തിപ്പെടുന്നു. അവിടെ നടക്കുന്ന നീതിരഹിതമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും അതിനെ തട്ടിക്കേൾക്കുകയും അതിൽ വരുന്ന ഈ ഒപ്പോസിഷനെ എതിർത്തുകൊണ്ട് നന്നായി സ്ട്രോങ് ആയി അവിടെ നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആളാണ് വിന്നർ. അതിൻ്റെ ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ വോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീൻ സ്പേസ് കിട്ടുന്നവർക്കായിരിക്കും പൊതുസമൂഹം കൂടുതൽ വിലയിരുത്തൽ കൊടുക്കുക. അത്തരം സ്ക്രീൻ സ്പേസ് കിട്ടാൻ നമ്മൾ മിക്കവാറും കാര്യങ്ങളിലൊക്കെ ഇടപെടണം. അതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ മോൾഡ് ചെയ്ത് പുറത്തേക്ക് ആക്കുക എന്നുള്ളതാണ്. പലർക്കും ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലർക്കും ജീവിതം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുറം ലോകത്ത് വളരെ മോശമായിട്ട് അവതരിപ്പിക്കപ്പെട്ട വ്യക്തികൾ അതിനകത്ത് ചെല്ലുമ്പോൾ വളരെ സൂപ്പറായി പുറത്തേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അതിലൊന്നാണ് പേളി മാണി. വളരെ മോശമായിട്ട് ഉള്ളവർ നന്നാവുകയും വളരെ നല്ലവരായിട്ടുള്ളവർ മോശമാവുകയും ചെയ്യുന്ന രീതിയുണ്ട്. കാരണം ഇത്രയും ദിവസം അതിനകത്ത് പെടുമ്പോൾ ഓട്ടോമാറ്റിക്കൽ നമ്മൾ ഇന്നർ മൈൻഡിലുള്ള ആ നെഗറ്റിവിറ്റി പുറത്തേക്ക് വരും. ആ നെഗറ്റിവിറ്റി, നമ്മൾ ഒളിച്ചു വെച്ച നെഗറ്റിവിറ്റി പുറത്തേക്ക് വരിക സ്വാഭാവികമാണ്. അങ്ങനെ വന്ന് ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. മഞ്ജു പത്രോസ്, അവർക്ക് അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അത് ഏറ്റൊന്നും പറയത്തില്ല, പോട്ടെ. ഈ ഒരു വിധത്തിൽ ആ ഒരു ബിഗ് ബോസ് നിൽക്കുമ്പോൾ അതിനകത്തേക്ക് പോയവർക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പല രീതിയിൽ കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിജോയ്ക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്നു. സിജോ തെറ്റായി ധരിച്ചിരുന്നു താനായിരിക്കും വിന്നറെന്ന്. ഒരുപക്ഷെ അയാൾക്ക് വിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അയാൾ സ്വയം വിചാരിച്ചിട്ടുണ്ടാവും. അയാൾക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. അയാൾ ഒരു ജെനുവിൻ പേഴ്സണേ അല്ല. അയാൾക്ക് ഇടി കിട്ടിയെങ്കിൽ അത് കറക്റ്റാണ്. അത് ദൈവത്തിന്റെ കോടതിയിൽ തീരുമാനിക്കപ്പെട്ട ഒരു വിധിയാണ്. ആ വിധി നടപ്പാക്കിയത് റോക്കിയാണ്. റോക്കി ചെയ്തത് ശരിയാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ അയാൾ ദൈവത്തിന്റെ നീതിയാണ് അവിടെ നടപ്പിലാക്കിയെന്ന് ഞാൻ പറയും. ഇനി സിജോയ്ക്ക് എത്രയും ദിവസം അവിടെ ചാൻസ് കിട്ടിയതിന്റെ കാരണം
സിജോ എന്ന വ്യക്തിക്ക് ഇടി കിട്ടിയത് കൊണ്ടും പുറത്തേക്ക് വന്നാൽ കംപ്ലൈന്റ് വരും, കേസ് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അവരുടെ സേഫ്റ്റി കൺസേണിലാണ് സിജോയ്ക്ക് അത്രയും ദിവസം അവിടെ കിട്ടിയത്. അല്ലാതെ സിജോ വിചാരിക്കുന്നത് കണക്ക് സിജോയ്ക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളതല്ല. എനിവേ, ഇയാളിപ്പോ ജിൻഡോയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അതായത് കിക്ക് എന്ന സംഘടന ഇവരുണ്ടാക്കിയിട്ട് അതിനകത്തുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ട് അറ്റാക്കാണ്. 7 പേർ ചേർന്ന ഒരു സംഘടന എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഘടനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരേ വിഷയം എടുക്കുന്നു, ഇങ്ങനെ പാടുകയാണ്. കോപ്പി പേസ്റ്റ് പോലെ എല്ലാവരും പാടും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഒരു പ്രത്യേക സംഘടന ഓപ്പൺ ചെയ്യുക, അതിനകത്ത് പേയ്മെന്റ് കൊടുക്കുക, അതിനകത്ത് ചേരുക, ചാരിറ്റി നടത്തുക എന്നുള്ള ഇവന്മാരൊക്കെ കള്ളന്മാരാണെന്ന് കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കൃത്യമായി തെളിവ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇനിയിപ്പോൾ സിജോ പറയുന്ന ആ ഒരു പെണ്ണ് കേസിലേക്ക് പോകാം. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം. ജിൻഡോ ഒളിവിലെന്നാണ് പോലീസ് അറിയിച്ചത്. കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, എങ്ങനെയാണ് അപ്പോൾ ജിൻഡോയ്ക്കായുള്ള അന്വേഷണം? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത്? അനുജ, കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ CDR വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരിവട്ടം PI വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, ഓക്കെ, അതായത് ജിൻഡോയുമായിട്ട് ഇതിന് മുന്നേ അടുപ്പമുണ്ടായിരുന്ന ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ ജിൻഡോ ഉപദ്രവിച്ചതായിട്ടാണ് കേസ്. ഇപ്പോൾ ഗുരുതര വകുപ്പുകളാണ്, ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജിൻഡോ ഇപ്പോൾ മാറി നിൽക്കുകയാണ്, മുങ്ങിയെന്നാണ് മീഡിയാസിന് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം. ഇനി ഞാൻ ആക്ച്വലി ഇതേ ഒരു കേസ് സായിയുടെ പേർക്കോ അല്ലെങ്കിൽ ഇവന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേർക്കോ വന്നിട്ടുണ്ടെങ്കിൽ ഇവരിത് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയുമോ? വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കും. അതിനുള്ള കേസേ ഉള്ളൂ ഇത്. സ്ത്രീയെ ഉപദ്രവിച്ച പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നമാണ്, അല്ല എന്നല്ല. പക്ഷേ ജിൻഡോയ്ക്ക് പരിചയമുള്ള സ്ത്രീയാണ്. അവർ തമ്മിൽ പ്രണയമായിരിക്കാം, പ്രണയം തെറ്റിയിട്ടുണ്ടായിരിക്കാം, പൈസ ഇടപാടുണ്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും രണ്ടും കൂടി ഇടി വെച്ചിട്ടുണ്ടാവുക. ഇടിയിൽ ഇയാൾ വെറും സ്ത്രീ വിരുദ്ധനാണെന്ന് അറിയാമല്ലോ. അത്യാവശ്യം പഴയ ചിന്താഗതിക്കാരനും കൂടിയാണ്. പെണ്ണുങ്ങളെ തല്ലുന്നൊന്നും ഒരു കുഴപ്പമില്ല എന്ന ടൈമിൽ പറയുന്നത്, സ്വന്തം ഭാര്യയെ ഞാൻ അടിച്ചിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു പ്രത്യേകതരം മെന്റാലിറ്റി ഉള്ള ആളാണ് ജിൻഡോ. അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ അങ്ങനെ തല്ലിയിട്ടുണ്ടാകും. അതാണ് കേസ്. അത് ഒരു സ്ത്രീ ലംബടൻ എന്ന രീതിയിലാണ് പുള്ളി അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് ഇവനെ നമ്മൾ സംശയത്തോടെ നോക്കുന്നത്, ഞാൻ സംശയത്തോടെ നോക്കുന്നത്. ബാക്കി കേൾക്കാം. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട FIR കിട്ടി, അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, എനിക്കറിയാവുന്ന ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു ഫീൽ തോന്നി, അല്ലെങ്കിൽ ഒരു കേസോ എനിക്ക് തോന്നിയില്ല. കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ സീസണിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനകത്ത് ഒരു ഞെട്ടൽ കാണില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിക്കണം, നമുക്ക് അറിയാം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു 2-3 ആഴ്ച മുന്നേ ജിൻഡോയ്ക്കെതിരായിട്ട് മറ്റൊരു കേസ് വന്നപ്പോഴത്തേക്കും ഒരു ലഹരിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ട് ജിൻഡോ വിളിക്കുന്ന സമയത്ത് ജിൻഡോ പുറത്തിറങ്ങിയിട്ട് സായിക്കെതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. സായി ബിഗ് ബോസിനകത്ത് വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡൗൺ ആയത്, സായി ലഹരി ഉപയോഗിച്ചിട്ടായിട്ട് ഇവർ 4 വർത്തമാനം പറയുകയുണ്ടായി. ഇപ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ സായിയെ കുറിച്ച് അങ്ങനെ ഒരു നാറിയ വർത്തമാനം അയാൾ പറയാൻ കാരണമായ കാര്യം സായി അയാൾക്കെതിരെ വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരു സൗഹൃദമെങ്കിലും കണക്കിലെടുക്കാതെ ജിൻഡോയെ ആക്രമിക്കുന്ന ഒരു രീതി സായിക്കുണ്ടായിരുന്നു. അതിനെതിരെ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത്. അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വായിക്ക് വാ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സായിയോടൊപ്പം ബന്ധമുള്ളതല്ലേ, ലൈക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ബ്രദറാണ് സായി. അപ്പോൾ അവർക്ക് സാരി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ 100% ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സായി ഒരിക്കലും ഒരു ചെറിയ സിഗരറ്റ് പോലും വലിക്കാത്ത, ചെറിയ ഒരു തുള്ളി മദ്യം കഴിക്കാത്ത ആളാണ്. ഞങ്ങൾക്ക് ഉണ്ടാക്കാം. സായിക്ക് വേണ്ടി ആവശ്യമായ പരാമർശം പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ജിൻഡോയെ സ്വയം രക്ഷപ്പെടാനായിട്ട് വേറൊരാളുടെ തലയിലേക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ അവിടെ കുത്തിവെക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാം തന്നെ പലവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനൊരു എനിക്ക് കൊച്ചി ഞാൻ പോയ സമയത്ത് ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് ഈ കാര്യം പച്ചക്ക് പറയുകയും ചെയ്തു. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഞെട്ടൽ തോന്നിയില്ല? ഞങ്ങൾ ഓൾറെഡി പ്രഡിക്റ്റഡ് പറയാനുള്ള റീസൺ, ജിൻഡോ ബിഗ് ബോസിൽ അകത്തായിരുന്ന സമയത്ത് ഞങ്ങൾ കണ്ട ജിൻഡോ അല്ല, നിങ്ങൾ കണ്ടുള്ളൂ, പ്രേക്ഷകരെ കണ്ടുള്ളൂ. ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു ജിൻഡോ ബിഗ് ബോസിന്റെ പിന്നെ ആവില്ല. ഇപ്പൊ ദൈവത്തെ ഒത്തായി വന്നിട്ട് അസൂയ കൊണ്ട് ജിൻഡോ പറയാന്ന് പറയുന്നത് എനിക്ക് അസൂയ ഒന്നും തന്നെയില്ല. 100% നിനക്ക് അസൂയ മാത്രമാണ്. 100% നിനക്ക് അസൂയ മാത്രമാണ് ജിൻഡോയോട്. നീ വിചാരിച്ച നീ ആയിരിക്കും വിന്നറെന്ന്. അതാണ് പറഞ്ഞത്. നിനക്ക് നിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയത്തില്ല. നീ എന്ന വ്യക്തി സ്ത്രീവിരുദ്ധനാണ്, മോശം പറയുന്നവനാണ്, വളരെ രീതിയിൽ പെണ്ണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നത്. നിന്റെ ടൈം ലൈനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പബ്ലിഷ് ചെയ്തതാണ്. ഏറ്റവും കൂടുതൽ സെക്സ് വർത്തമാനം പറഞ്ഞ് റീച്ച് നേടിയ ഒരുത്തനാണ് നീ. ഒരു പെണ്ണ് 2 പേരോടൊപ്പം കിടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള മോശമായ നിന്റെ എഡ്യൂക്കേഷൻ ലെവലിലല്ലാതെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അക്സെപ്റ്റൻസ് നേടിയ ഒരാളാണ് നീ. ഏത് അക്സെപ്റ്റൻസ്? അത്തരം പ്രേക്ഷകരിൽ നിന്നുള്ളൊരു അക്സെപ്റ്റൻസ് ആണ്. നീ അതിനകത്ത് പോകാനുള്ള കാരണം ഷെഫീനെ എടുത്തു കൊടുത്തതാണ്. ഷെഫീനയുടെ കേസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീനെ തെറി വിളിക്കുന്നു, തെറിക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. തുടക്കം കൂടെ പറയാം, എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചർ കിട്ടൂ. ബഷീറുടെ 2 പെണ്ണുങ്ങൾക്ക് അഗൻസ്റ്റ് ഞാൻ സംസാരിച്ചു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് സായി വന്നു. സായിക്ക് അഗൻസ്റ്റ് തെളിവ് സഹിതം വെച്ച് ഞാൻ തിരിച്ചു വച്ചു. 3 പെണ്ണുങ്ങളെ പിഴപ്പിച്ചവനാണ് ബഷീർ എന്നുള്ളത് തെളിവ് വെച്ച് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ സായി പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യമായിട്ടൊരു എതിർപ്പുമായി
കൃത്യം തെളിവുമായി വന്നത് ഞാൻ മാത്രമാണ്. അത് അവനിക്ക് വലിയ ത്രെട്ടാണ്. എന്നെ ഒതുക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് കണ്ട അവൻ കിക്ക് സംഘടനയിലേക്ക് എന്നെ ഇട്ടുകൊടുക്കുകയാണ്. ഖാദർ കരിപ്പൊടി എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു വോയിസ് എടുത്ത് വെച്ച് ഞാൻ ഖാദറിനെ തെറി വിളിച്ചു എന്ന് വരുത്തി തീർത്ത് ഇവിടെയുള്ള സർവ്വ ഗുണ്ടായിസ ടീമുകളോടും ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു, സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ കയ്യിലേക്ക് ഈ അസ്ലാം മാളിയും ജാസ്മിൻ്റെ കേസ് വരുന്നത്. ഞാനത് എടുക്കുകയും അതും തെളിവ് വെച്ച് തന്നെ ഞാൻ തിരിച്ചടിക്കുകയും ചെയ്തു. മൊത്തത്തിൽ പൊളിഞ്ഞു പാളീസായ ഈ കൂട്ടായ്മയെ കൃത്യമായി തെളിവ് വെച്ചടിച്ചത് ഞാനാണ്. അപ്പോൾ എന്നെ ഒതുക്കാൻ സാധിക്കാത്ത ആ വൈക്ലഭ്യത്തിൽ എനിക്കെതിരെ മോശമായ രീതിയിലുള്ള അലിഗേഷൻസ് പറഞ്ഞ വൃത്തികെട്ടവനാണ് ഇവൻ. ഇവനെതിരെ ഞാൻ പെറ്റീഷൻ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. കാരണം അത്രത്തോളം ഹൃദയഭേദകമായ രീതിയിലാണ് എന്നെ ആക്രമിച്ചത്. ദൈവത്തിൻ്റെ കോടതിയിലേക്കാണ് ഞാൻ അവനെ കൊടുത്തത്. ദൈവം മറുപടി നല്ല രീതിയിൽ കൊടുത്തു. മരണം വരെ ഓർക്കാനുള്ള ഇടി റോക്കിയുടെ കൈകളിൽ കൂടെ എനിക്ക് വേണ്ടി ദൈവം ചെയ്തു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇനിയും അവന് കിട്ടണമെന്നേ ഉള്ളൂ. ആ അട്ടിച്ചവൻ്റെ കരണം പൊട്ടിക്കണം. ഇവൻ അന്ന് പറഞ്ഞ വാക്ക് എന്താണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. പെൺവാണിഭം നടത്തിക്കൊണ്ടിരുന്ന ഷെഫീന നാട്ടിൽ വന്നിരിക്കുകയാണ്. ഈ നാട് നശിപ്പിക്കാൻ, ഇവളെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം, ഈ നാട്ടിന് ആപത്താണ് ഈ സ്ത്രീ. എന്താണ് ഞാൻ ചെയ്തത്? ബഷീർ എന്ന് പറയുന്ന സ്ത്രീ ലംബടനെതിരെ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇതിനാണ് എന്നെ ഇവൻ പറഞ്ഞത്. തെറി തത്ത എന്നാണ് ഇവൻ പിറ്റ പേര്. അന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ് എരിഞ്ഞടങ്ങട്ടെ ഇവനെന്ന്. കാരണം അത്രത്തോളം വേദന തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ പായിക്കണമെന്ന്. എന്നിട്ട് ഇല്ലാവചനം അവൻ്റെ അമ്മ പണ്ട് ചെയ്ത കാര്യം പെൺവാണിഭം അത് ഞാൻ ചെയ്തു എന്ന് അവൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ കൃത്യമായല്ലോ, ഇനി ബാക്കി നമുക്ക് കേൾക്കാം. അവിടെ ഒരു 50 ലക്ഷം രൂപ ടാക്സ് ചെയ്യുമ്പോൾ 35 ലക്ഷം രൂപ കിട്ടും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിന്നർ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ തവണയും ബിഗ് ബോസിന് വിന്നർ ആകുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഹൈപ്പിന്റെ 10 ഒന്നും ജിൻഡോ കിട്ടിയിട്ടില്ല. സോഷ്യൽ മീഡിയ റീച്ച് ഉൾപ്പെടെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ വ്യക്തിയോട് ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ റീച്ച് കിട്ടിയോ ഇല്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അയാള് സ്ത്രീലമ്പടനോ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധനോ എന്തോ ആയാലും അയാൾക്ക് കിട്ടിയ പണം കൊണ്ട് അയാൾ പലരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സ്ത്രീ വിരുദ്ധത പറഞ്ഞു. അത് ജനറേഷൻ ഗ്യാപ്പാണ്. ഒരു 30 വർഷം മുമ്പുള്ള ജനറേഷൻ ഇങ്ങനെയല്ല. സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് മോശം പറയുന്ന രീതിയാണ്. എൻ്റെയൊക്കെ ബാല്യകാലത്ത് നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ കോളേജുകളിൽ പോകുമ്പോഴൊക്കെ തന്നെ വഴിയരികിൽ നിന്നുകൊണ്ട് മോശം പറയുന്ന ആണുങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പൂവാല ശല്യം ഭയങ്കരമായിരുന്നു. ബസ്സുകളിൽ കയറിയാൽ നമ്മളെ ടച്ച് ചെയ്യുക, മൊളസ്റ്റേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നു ഞങ്ങളുടെ ബാല്യകാലത്ത്. ഇന്നത്തെ കുട്ടികൾക്ക് അത്രത്തോളം ഇല്ല. അതെന്തുകൊണ്ട്? അന്നത്തെ കുട്ടികൾ ബോൾഡാണ്. മാത്രവുമല്ല കേസ് കർശനമായിട്ട് എടുക്കും. കേസ് കൊടുക്കേണ്ട രീതി പിള്ളേർക്കറിയാം. പണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു നാണക്കേടായിരുന്നു. ഇന്നതില്ല. ധൈര്യസമേതം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ കാലഘട്ടത്തിനനുസൃതമായി പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റമില്ലാത്ത ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നതുള്ളതേ ഉള്ളൂ. അയാൾ ഈ കാലാനുസൃതമായ മാറ്റം അയാളുടെ ഉള്ളിൽ വന്നാൽ അയാൾ നേരെ ആയിക്കോളും. അതുകൊണ്ടാണ് സ്ത്രീ വിരുദ്ധത അയാൾ പറഞ്ഞത്. അതിനകത്ത് സ്ത്രീ വിരുദ്ധത ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി സ്ത്രീ വിരുദ്ധത പറയുന്നവർക്കാണ് അവിടെ കപ്പ് കൊടുത്ത് ചരിത്രം. അഖിൽമാരാര് സ്ത്രീ വിരുദ്ധനാണ്, അതുകൊണ്ടാണ് കപ്പ് അവിടെ കിട്ടുന്നത്. അതേപോലെ സാബു സ്ത്രീ വിരുദ്ധനാണ്. ഒരു പെണ്ണിനെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടാണ് അതിനകത്ത് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവനിക്ക് ഗപ്പ് കിട്ടിയത്. അപ്പം അതിനകത്ത് ഗപ്പ് കിട്ടണമെങ്കിൽ സ്ത്രീ വിരുദ്ധനാവുന്നതിന് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചെറിയ ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് തോന്നേണ്ട അതൊന്നും തന്നെ എന്നെ സംബന്ധിച്ചോളം ഇല്ല. അതിനകത്ത് സ്റ്റോറി ലൈൻ ഉണ്ടാവാം, ഒരു ക്യാരക്ടർ ഉണ്ടാവാം. ആ ക്യാരക്ടർ അനുസരിച്ച് ജിൻഡോ എല്ലാവരും ഒറ്റപ്പെടുന്ന ക്യാരക്ടറായിട്ട് മാറി. പിന്നീട് ജിൻഡോ പുറത്താണെങ്കിലും ശരി വലിയ PR കൊടുത്താണ് ജിൻഡോ ചെയ്തിട്ടുള്ളത്. ഞാൻ ബിഗ് ബോസിന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇനി വരുന്ന ആൾക്കാർ PR കൊടുത്ത് അവർക്ക് വിജയിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് കൃത്യമായി അറിയാം 15 ലക്ഷവും 20 ലക്ഷവും കൊടുത്താണ് ജിൻഡോ പുറത്ത് PR 15-20 ലക്ഷം രൂപ കൊടുത്ത് PR കൊടുത്തിട്ട് 35 ലക്ഷം രൂപ വിന്നടിച്ച ജിൻഡോ. എന്ത് പൊട്ടത്തരടാ നീ പറയുന്നത്? എടാ മാക്സിമം 1-2 ലക്ഷം രൂപ കൊടുത്താൽ നീയും കൊടുത്ത് കാണും. അയാളുടെ PR വർക്ക് കൊണ്ടല്ല അയാൾ ജയിച്ചത്. അയാൾ ജയിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒരൊറ്റ കാരണം, അയാൾ ജാസ്മിനെ എതിർത്തു. ജാസ്മിൻ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത്. നീയും എതിർത്തു ജാസ്മിനെ. പക്ഷേ ജിൻഡോ എതിർത്ത കണക്ക് അയാൾ എതിർത്ത്. ജിൻഡോ എതിർത്ത കണക്ക് നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യവും കൂടെയുണ്ട്. ജിൻഡോയ്ക്ക് ഫൈനലായിട്ട് ഡോക്ടറുടെ റോബിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ സപ്പോർട്ടേഴ്സ് തന്നെയാണ് അയാളെ ജയിപ്പിച്ചത്. അവസാനഘട്ട വോട്ടെടുപ്പിൽ അയാൾ ജയിച്ചു വന്നതിൻ്റെ കാരണമേ അതാണ്. നീ ഒരിക്കലും ജയിക്കൂലായിരുന്നു. നീ അതിനകത്തുണ്ടെങ്കിൽ നീ ഒരിക്കലും ജയിക്കത്തില്ലായിരുന്നു. വെളിയിലിരുന്ന് വായ്ത്താളം അടിക്കുന്ന സായി അതിനകത്ത് പോയപ്പോൾ അവൻ്റെ വായ്ത്താളം എല്ലാം മാറി പട്ടി കളിക്കുന്നത് കണ്ട്, അതായത് കൊച്ചു പപ്പിപ്പട്ടി കളിക്കത്തില്ലേ, ജാസ്മിൻ്റെ പട്ടിക്കുട്ടിയായിട്ട് നടക്കുന്നത് കണ്ട്, അത് സത്യം പറഞ്ഞാൽ ഇന്നും ആളുകൾ മറന്നു നോക്കിയത് വലിയ കാര്യം. സായി രക്ഷപ്പെട്ടു എന്നാണ്. ആളുകൾ മറക്കാതിരിക്കുകയാണെങ്കിൽ സായി ഇന്നും ഏറിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. സായി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്നെന്ന് കൃത്യമായി ബിഗ് ബോസ് കാണിച്ചു തരികയാണ് ചെയ്തത് നമുക്ക്. ഉടനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ഫാമിലി വ്ളോഗും കൊണ്ടൊന്ന് ഇറങ്ങി നോക്കി. എവിടെയും രക്ഷയില്ലാതെ ഇപ്പോൾ വീണ്ടും വായ്ത്താളം അടിക്കുന്നുണ്ട്. നാണം കെട്ടും ഇരിപ്പുണ്ട്. സത്യത്തിൽ അവൻ ചെയ്യുന്നത് അത്രയും കോപ്പി പേസ്റ്റാണ്. പലയിടങ്ങളിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ വരുന്ന സാധനം എടുത്ത് കോപ്പി അടിക്കുക, പേസ്റ്റ് ചെയ്യുക, അത് ഇഷ്ടപ്പെടുന്ന ന്യൂസ് അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവന്. അത് മാത്രമാണ് അവൻ്റെ ആകെ ഒരു ബെനിഫിറ്റ്. അല്ലാത്ത പക്ഷം അവൻ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണെന്ന് അവനെ തെളിയിച്ച് പുറത്തേക്ക് വിട്ടതാണ് ബിഗ് ബോസ്.
ചെയ്ത് ബിഗ് ബോസിലെ അകത്തേക്ക് കളിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വലിയ ടീമിനെ പുറത്ത് സെറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും അവർ ജിൻഡോ ഒരുപാട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകും. ഇത് എഗെയിൻസ്റ്റ് ആയിട്ട് ആർക്കും പറയാനുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ ഞങ്ങൾ തന്നെ ജിൻഡോ പിന്നീട് ബിആർ കൊടുത്ത ആളെ പോലും ചർച്ച കടന്നു കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് സംസാരിക്കുമ്പോൾ ജിൻഡോ പറയുന്ന സ്ത്രീ വിളിച്ചത് അല്ലെങ്കിൽ ജിൻഡോ ഓരോ സ്ത്രീകളോട് കാണുന്ന രീതികൾ പെരുമാറ്റങ്ങൾ ഇത് ഞങ്ങൾ കടപ്പെടേണ്ട മനസ്സിലായിരുന്നു. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതൊന്നും പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷം പല ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പല പാർട്ടികൾ ഞങ്ങളുടെ ഒത്തുകൂടൽ ഇതിനകത്ത് ഒരിക്കലും ജിൻഡോ ഞങ്ങൾ വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, ഞങ്ങൾ കേട്ടുള്ള ഒരുപാട് കഥകൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി നേരിട്ട് പോലും പറഞ്ഞ വേണമെങ്കിൽ ജിൻഡോ എനിക്കെതിരെ വേണമെങ്കിൽ പതിവായിട്ട് വന്നേ കഥായി അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു. ജിൻഡോയെ വിളിച്ചില്ല, ഷിയാസ് കരീമിനെ വിളിക്കാറുണ്ടല്ലോ. ഷിയാസ് കരീം എന്ന് പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു പെണ്ണിനെ പിഴപ്പിച്ചു, കുട്ടിയെ കൊടുത്തു, കുട്ടിയെ അബോർഷൻ ചെയ്യിപ്പിച്ചു, ആ പെണ്ണിന്റെ പൈസ അടിച്ചു മാറ്റി. അത്രത്തോളം മ്ലേച്ഛത്തരമൊന്നും വേറെ ആരും കാണിച്ചില്ലല്ലോ. ഖാദർ കരിപ്പൊടി എന്താണ് ഹിസ്റ്ററി, എന്തെല്ലാം ഉണ്ട് അവന് എതിരെ, എത്ര കേസുണ്ടെന്ന് അറിയാമോ? അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ നിനക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടി 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ അതിഭീകരമായി ആക്രമിച്ച ഒരുത്തനാണ് ഖാദർ. ആ പെൺകുട്ടി കൊടുത്ത കേസിൽ പോക്സോ പ്രതിയാണ് അയാൾ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് അവനെ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എന്തെല്ലാം മോശപ്പെട്ട രീതി നടക്കുന്നവരെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. 3-4 ആണുങ്ങളെ പറ്റിച്ച ജാസ്മിനെ തൂക്കി തലയെ വെച്ചല്ലോ നീ. അതിനകത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നതിനപ്പം ന്യൂറ കാണിച്ച പ്രശ്നം നീ കണ്ടില്ലേ? നിന്റെ കല്യാണ ഡ്രസ്സ് വരെ നശിപ്പിച്ചല്ലോ. അത്രയൊന്നും എന്തായാലും ജിൻഡോ ചെയ്യത്തില്ല. അസൂയ മുത്ത് ഭ്രാന്തായതുണ്ടോ നിനക്കൊക്കെ? നല്ല പക്ക അസൂയാണ് നിനക്കൊക്കെ. അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അത് കുട്ടിക്കൊണ്ട് വന്നതിന്റെ ഒരു സംഭവം കാരണം ചോദിക്കുന്നുണ്ടായി. അത് ജിൻഡോ ചെയ്ത പ്രവൃത്തിയെ വളരെ ലഘൂകരിച്ചുകൊണ്ട് വളരെ അത് തമാശ രൂപേണയാണ് അവതരിപ്പിച്ചു പോയി. പക്ഷേ ജിൻഡോയുടെ സ്ഥാനത്ത് വേറെ വ്യക്തിയായിരുന്നെങ്കിൽ അതിനെ അങ്ങനെ ഹൈജീൻ എന്ന് പറഞ്ഞുകൊണ്ട് മേബി ഒരു കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ എലക്ഷനിലേക്ക് നേരിട്ടില്ല. ജാസ്മിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം രണ്ടുപേരും ജാസ്മിന് വേണ്ടി വക്കാലത്ത് പറയണോ? ജാസ്മിന്റെ ക്ലീൻനെസ് കൃത്യമായി സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സൂം ചെയ്ത് കാണിച്ചു തന്നു. കാലുകളുടെ അഴുക്ക്, ചെരുപ്പിടാത്തത്, കോലം കെട്ട് നടക്കുന്നത്, മറ്റുള്ളവർക്ക് ഇത്. അതൊരു കൊച്ചു വീടാണ്. അത്രയും ക്രൗഡ് അതിനകത്തുള്ളപ്പോൾ സ്മെല്ലുണ്ടാകും. സ്പ്രേ അടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുളിക്കില്ല, 2 ദിവസത്തിൽ ഒരിക്കൽ കുളിക്കുകയുള്ളൂന്നും എനിക്ക് കുളി അലർജി ആണെന്നും പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ അവന്റെ മടിയിൽ കയറി ഇരിപ്പായിരുന്നു പരിപാടി. ജോലി ചെയ്യത്തില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ. വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയടാ. ജാസ്മിന് സപ്പോർട്ട് പറയല്ലേ. ജാസ്മിൻ അതിനകത്ത് കാണിച്ചത് മുഴുക്ക ഞങ്ങൾ കണ്ടതാണ്. പിന്നെ ഇടപെടലുകൾ അവൾ കൃത്യമായി ചെയ്തിരുന്നു. അതായത് ഒരു അനീതി കണ്ടാൽ ഇടപെടുന്നത് അവൾ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ടൈം നോക്കിയാണ് അവളായിരുന്നു വിന്നർ. അവനുമായിട്ട് ആ പറയുന്ന ഗബ്രിയുമായിട്ട് ഇടപാടില്ലായിരുന്നെ അവൾ ജയിച്ചു തരാം. അവൾക്ക് കപ്പ് കിട്ടുമായിരുന്നു. ഗബ്രി എന്ന വ്യക്തി അതിനകത്ത് കയറുകയും പുറത്തു നിന്നുള്ള ഈ ഒരു അറ്റാക്കും ഇല്ലായിരുന്നെങ്കിൽ അവൾ സേഫ് ആയിരുന്നേനെ. പുറത്തു നിന്നുകൊണ്ട് അന്നാക്ക മുന്നാക്ക പിന്നാക്ക നിന്നക്ക നൂന്നയ്ക്കാന്ന് പറഞ്ഞിട്ട് 3-4 എണ്ണം ചറപറ അവക്കെതിരെ കാര്യം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്കെതിരെ ഇത്രയും ആണുങ്ങൾ അണിനിരക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ടേപ്പ് കിട്ടിയ ഒരു പറ്റം ആണുങ്ങൾ ഒന്നിച്ച് നിന്ന് കാര്യം പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ തോറ്റുപോയത്. PR വർക്കല്ല, അവൾക്ക് ഒരുപാട് PR വർക്ക് ഏർപ്പാട് ചെയ്തിരുന്നു, പൈസ കൊടുത്തിരുന്നു, ഒക്കെ ചെയ്തിട്ട് ഫെയിലിയർ ആയിപ്പോയത് ജാസ്മിനാണ്. കാരണം ജാസ്മിൻ അത്രത്തോളം ഭീകരമായിട്ടാണ് ആളുകളെ തേച്ചിട്ട് അതിനകത്ത് പോയി പുറത്തൊരുത്തനെ എൻഗേജ് ചെയ്ത് വെച്ചിട്ടും അതിനകത്ത് വന്ന് വേറൊരുത്തനുമായിട്ട് കൂട്ടുകൂടി അവനെയും തേക്കുന്ന രീതി ഞങ്ങൾ കണ്ടപ്പോഴാണ് തേപ്പുകാരി എന്ന ജാസ്മിനെതിരെ ഞങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ളത് വസ്തുത. നീ അവക്ക് വക്കാലത്ത് പറഞ്ഞിട്ട് വരല്ലേ, അത് ജിൻഡോ ആയിട്ട് മാച്ചപ്പ് ആവത്തില്ല. രണ്ടുപേര് രണ്ട് രീതിയിലാണ്. ഒരാളെ അവിടെ നമ്മൾ വഴക്ക് പറയുന്നു, ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അയാളെ ഇലക്ഷനിലേക്ക് ഡയറക്റ്റ് ഇടുന്നു, ഇലക്ഷൻസിലേക്ക് ഡയറക്റ്റ് ഇടുന്നു, അപ്പുറത്ത് അയാൾ ചെയ്തൊരു കോമഡി ആയിട്ട് ചിത്രീകരിക്കുന്നു അല്ലെ. അത് അവരുടെ ഒരു രീതിയാണ്. അവരുടെ ഫാക്ഷൻ മെമ്പേഴ്സ് ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത്. ഇതുപോലെ ഇത് ഉദാഹരണം മാത്രമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാനുണ്ടാവും. ഞാനിത് പച്ചയ്ക്ക് ഇങ്ങനെ പറയാനുള്ള റീസൺ അതായത് എനിക്ക് അറിയാവുന്നതല്ല പച്ചയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക് പറയാനായിട്ട്. പക്ഷെ അതിന് മാനസിക പരിഗണന വെച്ചുകൊണ്ട് തീരെ ഒരു വർഷക്കാലം അല്ലെങ്കിൽ 100 ദിവസം അതിനകത്തും പിന്നീട് പുറത്തും ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഇപ്പോൾ അയാളുടെ പ്രകാരം അയാൾ സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള രീതി സഞ്ചരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധിപ്പിച്ച് പുറത്തിയോ ചതിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പോവുകയും അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക്, ഒരു മോശം തലത്തിലേക്ക്, നമ്മുടെ നിയമം പോലും എതിർക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകും. എല്ലാവരും അതിനകത്ത് വെച്ച് മനസ്സ് തുറന്നു. എല്ലാവരും അതിനകത്ത് വെച്ച് മനസ്സ് തുറക്കുക മാത്രമല്ല, കൃത്യമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തു, നീ ഒഴികെ. അപ്പൊ നിനക്കാണ് അത്തരം പ്ലാനൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നിന്റെ കെട്ടിയോൾ ഓടി വന്ന് നിന്നെ കെട്ടിക്കൂടിയത്. അല്ലാച്ചാൽ അവൾ സമയം തരുമായിരുന്നു. കാരണം നീ വഴിവിട്ട് പോകുമെന്നുള്ള ബോധ്യം അവൾക്കുള്ളത് കൊണ്ടും പബ്ലിക്കിൽ നീ അവളെ പറ്റി പറയാത്തത് കൊണ്ടും അവൾ കൃത്യമായി അത് മനസ്സിലാക്കി എയർപോർട്ടിൽ വെച്ച് നിന്നെ ക്യാച്ചപ്പ് ചെയ്ത്, അതായത് എയർപോർട്ടിലേക്ക് നിന്നെ കാത്തു നിൽക്കുന്ന പ്രസ്സുകാരുടെ മുന്നിലേക്ക് അവൾ വന്ന് ചാടി തന്നതും അതുകൊണ്ടാണ്. എടാ, സ്വന്തമായിട്ട് കണ്ണാടി നോക്ക്. നീ ആരാണ് എന്താണെന്ന് നിനക്ക് നല്ലപോലെ വിലയിരുത്താൻ അറിയാമല്ലോ. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാൾക്ക് ഫേവർ ചെയ്തു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നിനക്ക് ഫേവർ കിട്ടിയില്ലേ? നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നീ അത്രയും ദിവസം അവിടെ നിന്നത്? നിന്റെ യോഗ്യത ഒന്നേ ഉള്ളൂ, നീ ഇടി കൊണ്ടവനാ, തെല്ലി ഉള്ളിയാ. അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കേസാണ്, അതിനെപ്പറ്റി സംസാരിക്കേണ്ട കേസാണ്. അതിനെപ്പറ്റി നമ്മൾ ഈ രീതിയിലെങ്കിലും മിനിമം സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കേസിലെ ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ആദ്യ കാര്യം ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കാൻ മതി, ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു സീസണിലെ വിന്നർ
ഈ രീതിയിലായിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു 100 പേര് ഞാൻ കാണിച്ചു തരാം. സാബു അതിനകത്ത് കയറുമ്പോഴേ ലസീത പാലക്കൽ കൊടുത്ത കേസിലെ പ്രതിയായിട്ടാണ് അതിനകത്ത് കയറിയത്. പോലീസ് വാറണ്ടുള്ള ഒരു പ്രതിയായിട്ടാണ് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. സാബു നീ കണക്ക് പറയല്ലേ, ഇതിപ്പോ രാജ്യദ്രോഹിയാണ് അഖിൽ മാരാർ. എടാ വെച്ചിട്ട് പോടാ. ഉത്തരം പറയാൻ പോലും ഭയക്കുന്ന ഒരു വിന്നർ ഞാൻ അതോട്ടാണ്. അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള വിന്നർ അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് അങ്ങനെയാണ് ക്വാളിറ്റി ഉള്ള ഷോ എന്നാണ്. അല്ലാണ്ട് ഏതൊരു അണ്ടനും അടകോടും അവിടെ പോയിട്ട് കുറച്ച് അത് നിന്റെ കാര്യത്തിൽ സത്യമാണോടാ? വല്ല അണ്ടനെ അടങ്ങോടനെയൊക്കെ ബിഗ് ബോസിലേക്ക് ആളുകളെ കയറ്റുന്നുണ്ടെങ്കിൽ അത് നിന്നെയാണ്. നിനക്കെന്ത് യോഗ്യത ഉണ്ടായിട്ട് സെക്സ് വർത്താനം പറഞ്ഞേനാ? ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ ഒരു വിഭാഗം കേരളീയ ജനതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലൈംഗികതയുള്ള നിറഞ്ഞ കഥകൾ പറഞ്ഞ നിനക്ക് അതിനകത്ത് എൻട്രി കിട്ടിയെങ്കിൽ പിന്നെ അവന് കിട്ടിയതിൽ കുഴപ്പമൊന്നുമില്ല. ഈ സെന്റിമെന്റൽ കാർഡ് എന്നെ ഒറ്റപ്പെടുത്തുന്ന പറഞ്ഞിട്ട് നിർമ്മിച്ചു കാണിച്ചിട്ട് ഞാൻ എടുത്ത് പാവുകയാണെങ്കിൽ അഭിനയിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച് വിന്നർ അതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിനോട് താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഇയാളെ ക്യാരക്ടർ എന്താണെന്ന് ഞങ്ങൾക്ക് അവിടെ തന്നെ അറിയാം. ഒന്നാം നേരത്തെ പറഞ്ഞു ഞങ്ങൾ അതിനൊരു പ്രോഗ്രാമിൽ വിളിക്കാത്തതിന്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. പിന്നെ വിവാഹ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. എന്തായാലും പാർട്ടി പോലെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഡീറ്റെയിൽസ് വേണ്ടി നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു. വലിയ ഗമയാണടാ. കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പാർട്ടിയിലൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നിന്റെയൊക്കെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട്. ഒരു ഫംഗ്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബാക്കി എല്ലാവരെയും വിളിച്ചിട്ട് അയാളെ അവോയ്ഡ് ചെയ്തെങ്കിൽ നിന്റെയൊക്കെ ഉള്ളിലുള്ള കുശുമ്പും അസൂയയും അത് കൃത്യമായി എവിടെ റിവീലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇത് തന്നെയാണ് സമൂഹത്തിന്റെ അഭിപ്രായം എന്ന് അവൻ്റെ കമന്റ്സിൽ കൂടെ ഉടനീളം നോക്കിയാൽ അറിയാം. കമന്റ്സ് ആണ് വായിച്ച് ചിരിക്കാനുള്ളത്. അത്രയ്ക്കുണ്ട് അതിനകത്ത് കമന്റ്സ്. നല്ല സൂപ്പർ കമന്റ്സ് ആണ്. നിനക്ക് ഇത്ര കാലമായിട്ടും പൊതുജന അഭിപ്രായം മനസ്സിലാവുന്നില്ല. നിനക്ക് കമന്റ്സ് വായിക്കാൻ അറിയത്തില്ലേ? കണ്ണ് തുറന്ന് നോക്കണം. അതിന്റെ പെണ്ണുപിള്ളയുടെ അടുത്ത് പറഞ്ഞൊന്ന് വായിച്ച് മനസ്സിലാക്കി തരാൻ. പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളെ ആക്രമിക്കുന്ന ഒരു രീതി നിനക്കുണ്ടായിരുന്നു. ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധം നീയാണ്. ഞാൻ ഭയന്നിരുന്നു. സ്ത്രീവിരുദ്ധന്മാർക്ക് കപ്പ് കൊടുക്കുന്ന രീതി ബിഗ് ബോസിനുള്ളത് കൊണ്ട് അത് നിനക്ക് കിട്ടുമോ? പിന്നീടാണ് മനസ്സിലായത് ഇടികൊള്ളി ആയതുകൊണ്ട് അതിനെ അവിടെ നിർത്തിയത്. പുറത്തിറങ്ങിയ ഉടനെ അന്ന് നിനക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നീ നിന്റെ പട്ടി ഷോ കാണിക്കുകയും ചെയ്തിട്ടാണ്. പട്ടി ഷോക്കാർക്കുള്ള മറുപടി ഇത് തന്നെയാണ്. ഇപ്പോഴും ഒരു സ്ത്രീയെ മോശപ്പെടുത്തുമ്പോൾ നീ നിന്റെ പെറ്റ തള്ളയെ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഈ വിഷയം പറയുമ്പോൾ പല രീതിയിൽ ഉള്ള വാക്ക് തർക്കങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ എടുക്കാതിരുന്നത്. കണ്ടു, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഷോ വരുന്നുണ്ട്, സീസൺ 7. എന്തായാലും സീസൺ 6 എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത്രത്തോളം എന്നെ ആക്രമിച്ചവരെ എല്ലാം ഒന്നിച്ചൊരു കുടക്കീഴി കൊണ്ടുവന്ന് ഇട്ട് തന്നു ബിഗ് ബോസ് എന്നുള്ളതാണ്. ഞാൻ വളരെ കൃതാർത്ഥയാണ്, നന്ദിയുള്ളവളാണ്, സ്മരണയുള്ളവരാണ്. എനിക്ക് ബിഗ് ബോസ് എന്ന ഷോയേ ഇഷ്ടമില്ലായിരുന്നു. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ സീസൺ 6 ആണ്. അതിൽ പരം ഒന്നുമില്ല. അതിനകത്ത് വിന്നറാവാൻ യോഗ്യതയുണ്ടായിരുന്ന 2 വ്യക്തിത്വങ്ങളിൽ ഒന്ന് സിബിനാണ്. അവൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്തൊരു വ്യക്തിയാണ്. അവൻ്റെ ക്യാരക്ടറിന് അവന് തന്നെ അത് കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗബ്രിയാണ്. ഗബ്രി ജാസ്മിനുമായിട്ട് പിടിക്കാതിരുന്നിരുന്നെങ്കിൽ ഗബ്രി സക്സീഡ് ചെയ്യുമായിരുന്നു. കാരണം ഗബ്രി നന്നായി പെർഫോം ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഗബ്രിക്ക് പൊളിഞ്ഞു പോയത് ജാസ്മിൻ്റെ കൂടെ ചേർന്നിട്ടാണ്. തിരിച്ചും അതാണ്. ജാസ്മിനും പൊളിഞ്ഞു പോയത് ഗബ്രിയെ പിടിച്ചിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ ജാസ്മിൻ ആയിരുന്നേനെ വിന്നർ. പുറത്തു നിന്നുള്ളവർ എത്രത്തോളം ആക്രമിച്ചാലും ജാസ്മിൻ തന്നെയായിരുന്നേനെ വിന്നർ ആവേണ്ടിയിരുന്നത്. പക്ഷെ നടന്നില്ല. കാരണം ജാസ്മിൻ്റെ കൈയിരിപ്പൊന്നുകൊണ്ടാണ് ജാസ്മിൻ അത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന കേസ് അത് നടക്കട്ടെ. അത് അങ്ങനെയും വഴക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലും പിടിയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനുള്ള പണിഷ്മെന്റ് ജിൻഡോ അനുഭവിച്ചേ മതിയാവുള്ളൂ. കാരണം ജാമ്യമില്ലല്ലോ. ജാമ്യം എടുക്കാം. ഇവിടെ മുകേഷിനെ പോലുള്ളവരൊക്കെ നടക്കുകയല്ലേ. പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് ക്രൈം കൃത്യമായി മനസ്സിലായ ശേഷം ജാമ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ജാമ്യം എടുത്തവരാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് കിട്ടിയിട്ട് പോലും പിന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും ഇരുന്ന് പള്ളു വിളിക്കുകയാണ് അഖിൽ മാരാർ. സോ ഇറ്റ് യൂഷ്വൽ തിങ്. നല്ല ക്യാഷ് കൊടുത്താൽ നല്ലൊരു വക്കീലിനെ വെച്ച് അയാൾക്കും ജാമ്യം കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷെ തല്ല് കിട്ടിയതിന് അയാൾ സോറി പറയുകയും അത് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു വിഷയത്തിൽ ഞാൻ ജിൻഡോയ്ക്കൊപ്പമല്ല. പക്ഷേ ഇപ്പോൾ ഇവൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും ജിൻഡോയ്ക്കൊപ്പം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. തുടർന്നും കാണാം. ബിഗ് ബോസ് തുടങ്ങാനിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അവരുടെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. നന്ദി.